എല്ലാവർക്കും ക്യൂസ് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കേരള ചരിത്രം വീഡിയോ പരമ്പരയിലെ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ചോദ്യം നമ്പർ 1. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. ചോദ്യം നമ്പർ 2. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച വയനാട്ടിലെ ആദിവാസി വിഭാഗം ഏതാണ്? കുറിച്യർ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച വയനാട്ടിലെ ആദിവാസി വിഭാഗം കുറിച്യർ. ചോദ്യം നമ്പർ 3. പഴശ്ശി രാജാവിന്റെ സർവ്വസൈന്യാധിപൻ ആരാണ്? കൈത്തേരി അമ്പു. കൈത്തേരി അമ്പു ആണ് പഴശ്ശി രാജാവിന്റെ സർവ്വസൈന്യാധിപൻ. ചോദ്യം നമ്പർ 4. പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തു. പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. ചോദ്യം നമ്പർ 5. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പഴശ്ശി രാജയുടെ കേന്ദ്രമായിരുന്നത് വയനാട്ടിലെ പുരളിമല. വയനാട്ടിലെ പുരളിമലയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പഴശ്ശി രാജയുടെ കേന്ദ്രമായിരുന്നത്. ചോദ്യം നമ്പർ 6. 1800 മുതൽ 1805 വരെ നടന്ന രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തായിരുന്നു? പഴശ്ശിയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന വയനാട് കൈവശപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് വിപ്ലവത്തിന് കാരണമായത്. 1800 മുതൽ 1805 വരെ നടന്ന രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം പഴശ്ശിയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന വയനാട് കൈവശപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് വിപ്ലവത്തിന് കാരണമായത്. ചോദ്യം നമ്പർ 7. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം. ഗറില്ല യുദ്ധമുറ, ഒളിപ്പോര്. ഗറില്ല യുദ്ധമുറ, ഒളിപ്പോരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം. ചോദ്യം നമ്പർ 8. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി. ചോദ്യം നമ്പർ 9. പഴശ്ശി സൈന്യത്തെ നേരിടാൻ സർ ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാർ അടങ്ങുന്ന സേന അറിയപ്പെട്ടിരുന്നത് എന്താണ്? കോൽക്കാർ. കോൽക്കാർ എന്നാണ് പഴശ്ശി സൈന്യത്തെ നേരിടാൻ സർ ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാർ അടങ്ങുന്ന സേന അറിയപ്പെട്ടിരുന്നത്. ചോദ്യം നമ്പർ 10. പഴശ്ശി രാജ മരണമടഞ്ഞ വർഷം ഏത്? 1805 നവംബർ 30. ചോദ്യം നമ്പർ 11. പഴശ്ശി രാജ മരണമടഞ്ഞ സ്ഥലം. വയനാട്ടിലെ മൈസൂർ അതിർത്തിയിലുള്ള മാവിലത്തോട് എന്ന സ്ഥലം. വയനാട്ടിലെ മൈസൂർ അതിർത്തിയിലുള്ള മാവിലത്തോടിലാണ് പഴശ്ശി രാജ മരണമടഞ്ഞത്. ചോദ്യം നമ്പർ 12. മമ്മൂട്ടി നായകനായി അഭിനയിച്ച കേരളവർമ്മ പഴശ്ശി രാജ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ഹരിഹരൻ. മമ്മൂട്ടി നായകനായി അഭിനയിച്ച കേരളവർമ്മ പഴശ്ശി രാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ. ചോദ്യം നമ്പർ 13. തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. 1799 മുതൽ 1809 വരെ. 1799 മുതൽ 1809 വരെ വേലുത്തമ്പി ദളവയായിരുന്നു തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ. ചോദ്യം നമ്പർ 14. ബ്രിട്ടീഷുകാർക്കെതിരെ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് ദളവ നടത്തിയ പ്രഖ്യാപനം. കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർക്കെതിരെ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് ദളവ നടത്തിയ പ്രഖ്യാപനം കുണ്ടറ വിളംബരം. ചോദ്യം നമ്പർ 15. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത വർഷം. 1809 മാർച്ച് 29. 1809 മാർച്ച് 29 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. ചോദ്യം നമ്പർ 16. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്.
ചോദ്യം നമ്പർ 17. വേലുത്തമ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടി. മണ്ണടിയിലാണ് വേലുത്തമ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം നമ്പർ 18. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിനു മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി ദളവ. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിനു മുൻപിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. ചോദ്യം നമ്പർ 19. കുറിച്യർ കലാപം നടന്ന വർഷം? 1812. 1812 കുറിച്യർ കലാപം നടന്നത്. ചോദ്യം നമ്പർ 20. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 21. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് കുറിച്യരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് കുറിച്യരുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ചോദ്യം നമ്പർ 22. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ ലഹള. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ ലഹള. ചോദ്യം നമ്പർ 23. കുറിച്യരെ കലാപത്തിലേക്ക് നയിക്കാൻ കാരണമായത് എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ നികുതി പണമായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ശഠിച്ചതാണ് കലാപത്തിന് കാരണമായത്. കുറിച്യരെ കലാപത്തിലേക്ക് നയിക്കാൻ കാരണം ബ്രിട്ടീഷുകാർ നികുതി പണമായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ശഠിച്ചതാണ് കലാപത്തിന് കാരണമായത്. ചോദ്യം നമ്പർ 24. കുറിച്യർ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഏതാണ്? അമ്പും വില്ലും. അമ്പും വില്ലുമാണ് കുറിച്യർ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആയുധം. ചോദ്യം നമ്പർ 25. കുറിച്യർ ലഹള പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷം ഏതാണ്? 1812 മെയ് 8. 1812 മെയ് 8 കുറിച്യർ കലാപം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത്. ചോദ്യം നമ്പർ 26. ചാന്നാർ ലഹള നടന്ന വർഷം? 1859. 1859 ചാന്നാർ ലഹള നടന്നത്. ചോദ്യം നമ്പർ 27. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 28. മേൽമുണ്ട് സമരം എന്നറിയപ്പെട്ടിരുന്നത് എന്ത്? ചാന്നാർ ലഹള. ചാന്നാർ ലഹളയാണ് മേൽമുണ്ട് സമരം എന്നറിയപ്പെട്ടിരുന്നത്. ചോദ്യം നമ്പർ 29. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചത്. ചോദ്യം നമ്പർ 30. നാടുവാഴിത്തത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനും വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം ഏത്? വില്ലുവണ്ടി സമരം. നാടുവാഴിത്തത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനും വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. ചോദ്യം നമ്പർ 31. ഉന്നത സമുദായത്തിലെ സ്ത്രീകളെ പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കാനുള്ള അവകാശം നേടുന്നതിനു വേണ്ടി പുലയ സമുദായത്തിലെ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം ഏതാണ്? കല്ലുമാല സമരം. 1915 മുതൽ 1916 വരെ. 1915 മുതൽ 1916 വരെ നടന്ന കല്ലുമാല സമരം ഉന്നത സമുദായത്തിലെ സ്ത്രീകളെ പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കാനുള്ള അവകാശം നേടുന്നതിനു വേണ്ടി പുലയ സമുദായത്തിലെ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭമാണ്. ചോദ്യം നമ്പർ 32. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 33. കല്ലുമാല സമരത്തിന്റെ കേന്ദ്രം ഏതായിരുന്നു? പെരിനാട്, കൊല്ലം. കൊല്ലം ജില്ലയിലെ പെരിനാടായിരുന്നു കല്ലുമാല സമരത്തിന്റെ കേന്ദ്രം. ചോദ്യം നമ്പർ 34. തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത്? 1917. തളിക്ഷേത്രം പ്രക്ഷോഭം
നടന്ന വർഷം 1917. ചോദ്യം നമ്പർ 35. തളിക്ഷേത്ര പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുന്നതിനായി. തളിക്ഷേത്ര പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുന്നതിനായി. ചോദ്യം നമ്പർ 36. തളിക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ? KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, K മാധവൻ നായർ. KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, K മാധവൻ നായർ എന്നിവരാണ് തളിക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 37. ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് 1919 തിരുവിതാംകൂറിൽ റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? പൗര സമത്വവാദ പ്രക്ഷോഭം. ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് 1919 തിരുവിതാംകൂറിൽ റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? പൗര സമത്വവാദ പ്രക്ഷോഭം. ചോദ്യം നമ്പർ 38. 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആര്? ആസാദ് അലി ഖാൻ ബഹദൂർ. ആസാദ് അലി ഖാൻ ബഹദൂർ ആണ് 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ചോദ്യം നമ്പർ 39. 1919 വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആര്? KP രാമൻ മേനോൻ. KP രാമൻ മേനോനാണ് 1919 വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ചോദ്യം നമ്പർ 40. 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആര്? T പ്രകാശം. T പ്രകാശമാണ് 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ചോദ്യം നമ്പർ 41. തിരുവിതാംകൂർ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷം? 1921. തിരുവിതാംകൂർ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷം 1921. ചോദ്യം നമ്പർ 42. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. 1921 നടന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം. ചോദ്യം നമ്പർ 43. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം എഴുതിയത് ആര്? KN പണിക്കർ. KN പണിക്കർ ആണ് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത്. ചോദ്യം നമ്പർ 44. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആര്? K മാധവൻ നായർ. K മാധവൻ നായരാണ് മലബാർ കലാപം എന്ന കൃതി രചിച്ചത്. ചോദ്യം നമ്പർ 45. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് എന്ത്? മലബാർ കലാപം. മലബാർ കലാപമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 46. വാഗൺ ട്രാജഡി ഏത് ലഹളയുമായി ബന്ധപ്പെട്ട് നടന്ന ദുരന്ത സംഭവമാണ്? മലബാർ ലഹള. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് നടന്ന ദുരന്ത സംഭവമാണ് വാഗൺ ട്രാജഡി. ചോദ്യം നമ്പർ 47. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിക്കപ്പെട്ട സംഭവം ഏത്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിയാണ് പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിക്കപ്പെട്ട സംഭവം. ചോദ്യം നമ്പർ 48. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏത്? നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. ചോദ്യം നമ്പർ 49. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് ഗുഡ്സ് വാഗണിന്റെ നമ്പർ? MSLV 1711. MSLV 1711 ആണ് വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ഗുഡ്സ് വാഗണിന്റെ നമ്പർ. ചോദ്യം നമ്പർ 50. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരൂർ. തിരൂരിലാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത്.